രണ്ടാം കർഷക പ്രക്ഷോഭവുമായി കർഷക സംഘടനകൾ ഇന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ്. ഹരിയാന, പഞ്ചാബ്, UP, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് രാവിലെ 10 മണിക്ക് കർഷകർ ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. കർഷക പ്രക്ഷോഭകരെ നേരിടാൻ സർവ്വസന്നാഹവുമായി ഡൽഹി പോലീസ് അതിർത്തികളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിരോധനാജ്ഞയുമാണ്. സിഖു അതിർത്തിയിൽ നിന്ന് അനൂപ് ദാസും ഒപ്പം ഗാസിപ്പൂരിൽ നിന്ന് അർജുൻ പീതാംബരനും ചേരുന്നു. ആദ്യം അർജുനിലേക്ക് പോവുകയാണ്. അർജുൻ, വീണ്ടും രാജ്യതലസ്ഥാനം ഒരു കർഷക പ്രക്ഷോഭത്തിന് വേദിയാകാനായി പോകുന്നു. എത്രത്തോളമാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു കാര്യങ്ങളൊക്കെ? സേതു, ഡൽഹിയെ ഒരു ഉരുക്കുകോട്ട പോലെ പണിതെടുത്തിരിക്കുകയാണ് ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗം എന്ന് പറയാനായിട്ട് സാധിക്കും. അതീവ സുരക്ഷ തന്നെയാണ് ഡൽഹി ഉത്തർപ്രദേശ് ബോർഡറായിട്ടുള്ള ഗാസിപൂരിൽ ഇന്ന് രാവിലെ മുതൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ എത്തി. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഈ പ്രദേശത്തുണ്ട്. ഏകദേശം 1000-ന് അടുത്ത് തന്നെയാണ് ഇവിടെയുള്ള പോലീസ് അർദ്ധസൈനിക വിഭാഗം. മാത്രമല്ല, ഈ കർഷകർ ഈ പ്രദേശത്തേക്ക് എത്തുകയാണെങ്കിൽ അവരെ തടയാനായിട്ട്, ചെറുക്കാനായിട്ട് 5 വ്യത്യസ്ത തടസ്സങ്ങളാണ് ഒരുക്കിയെടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ബാരിക്കേഡുകളുണ്ട്. ആ ബാരിക്കേഡുകൾ അവർ മറികടന്ന് വരികയാണെങ്കിൽ വലിയ വലിപ്പമുള്ള കോൺക്രീറ്റ് മതിലുകളായിരിക്കും അവർക്ക് എതിരെ ഉണ്ടാവുക, അവരെ ചെറുക്കുക. അത് മറികടന്ന് വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ നമുക്കറിയുന്ന പോലെ ട്രാക്ടറുകളിൽ ഏകദേശം 2500 ട്രാക്ടറുകളിലാണ് ഈ 4-ലധികം അതിർത്തികളിലൂടെ കർഷകർ വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ ആ കോൺക്രീറ്റ് മതിലുകളും ബാരിക്കേഡുകളും ഭേദിക്കുകയാണെങ്കിൽ പിന്നെ അവരെ ചെറുക്കാനായിട്ടുള്ളത് വലിയ വാഹനങ്ങളാണ്. അതായത് ടിപ്പറും കണ്ടെയ്നറുകളും അടക്കമുള്ള ലോറികളും പോലീസിന്റെ വലിയ ബസ്സുകളുമാണ് അവരെ ചെറുക്കാനായിട്ടുള്ളത്. അത് റോഡിന് കുറുകെ ഇട്ടുകൊണ്ട് ഇപ്പോൾ റോഡിന് സൈഡിലായിട്ട് 5 വ്യത്യസ്ത ലോറികൾ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ കർഷകർ ഈ പ്രദേശത്തേക്ക് എത്തുകയാണെങ്കിൽ ലോറികളെല്ലാം ഹൈവേയുടെ, ഇത് ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേയിലേക്ക് ചേരുന്ന ഹൈവേ ആണ്, ഈ ഹൈവേയുടെ കുറുകേക്ക് വലിച്ചിടും ഈ ലോറികളെല്ലാം തന്നെ. അത് മറികടന്ന് വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതിനുശേഷമാണ് റോഡുകളിലേക്ക് പാകാനായി ഒരുക്കി വെച്ചിരിക്കുന്ന മുള്ളുകൾ അല്ലെങ്കിൽ ആണികളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഇത് ഈ ട്രാക്ടറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പഞ്ചറാക്കാൻ വേണ്ടി സഹായകരമാകും. അത്തരത്തിലുള്ള വലിയ ആണികൾ, ഏകദേശം 100-ലധികം ആണികൾ പോലീസിന്റെ കൈവശമുണ്ട്. അതുകൂടി ഇപ്പോൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി റോഡിന് നടുവിലേക്ക് ഇട്ടുകൊണ്ടായിരിക്കും ഈ കർഷകരെ ചെറുക്കാനായിട്ട് പോകുന്നത്. അതിന് പിന്നിലായിട്ട് വീണ്ടും ബാരിക്കേഡുകളും വരും. പിന്നീടാണ് ഈ ലാത്തി ചാർജ് അല്ലെങ്കിൽ ലാത്തി ഉൾപ്പെടെ ഏന്തിക്കൊണ്ടുള്ള പോലീസ് സന്നാഹം, 1000-ഓളം തന്നെ വരുന്ന അർദ്ധസൈനിക പോലീസ് സന്നാഹം അല്ലെങ്കിൽ സംഘം ഈ കർഷകരെ തടയാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 2020-21 കാലഘട്ടത്തിൽ ഈ സർവ്വസന്നാഹങ്ങളും ഭേദിച്ച് കണ്ടെയ്നറുകളും ട്രാക്ടറുകളും മറ്റു വലിയ വാഹനങ്ങളുടെ മേലിലൂടെ ഓടിച്ച് കയറ്റി ഡൽഹിക്ക് അകത്തേക്ക് പ്രവേശിച്ച ഈ കർഷകർ പ്രവേശിച്ച ഒരു അനുഭവ സമ്പത്ത് പോലീസിന്റെ പക്കലുണ്ട്. അതെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷ, സത്യം പറഞ്ഞാൽ രാജ്യതലസ്ഥാനത്തെ ഒരു കോട്ട, ഒരു ഉരുക്കുകോട്ട എന്നുള്ള രീതിയിൽ പണിത് മാറ്റി അകത്തേക്കുള്ള പ്രവേശനം ഒരു തരത്തിലും സാധ്യമാകാത്ത രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. 10 മണിക്ക് ശേഷം തന്നെ ഈ കർഷകർ എത്തിത്തുടങ്ങും. അവരെ ചെറുക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഇപ്പോൾ ഗതാഗതം സുഗമമായിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും വാഹന ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുക അല്ലെങ്കിൽ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഇന്ന് ഒരു തുടക്കം മാത്രമാണ്. അടുത്ത ഒരാഴ്ചയോളം തന്നെ ഈ കർഷകർ അനൂപ് ദാസിലേക്ക് കൂടി പോവുകയാണ്. സിംഘു അതിർത്തിയിലാണ് അനൂപ് ഉള്ളത്. അനൂപ്, ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കർഷകരെ എങ്ങനെയും രാജ്യതലസ്ഥാനത്തേക്ക് എത്തിക്കാതിരിക്കുക, അതിനുള്ള തീവ്ര ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ നടത്തി. പക്ഷേ അതിലൊന്നും കർഷകർ അവരുടെ നിലപാടിൽ ഒരയവും വരുത്താൻ തീരുമാനിച്ചിരുന്നില്ല. അങ്ങനെയാണ് വീണ്ടും ഇന്ന് ഇപ്പോൾ ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് കർഷകർ എത്തിച്ചേരുന്നത്. അപ്പോൾ എത്രത്തോളം നിർണായകമാണ് കേന്ദ്രത്തെ സംബന്ധിച്ച് ഈ കർഷക പ്രക്ഷോഭം? ഒപ്പം തന്നെ ഇതിനെ നേരിടാൻ കേന്ദ്രം എന്തൊക്കെ പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത്? സേതു പറഞ്ഞ പോലെ ഈ സമരം തിരഞ്ഞെടുപ്പ് എടുത്ത ഘട്ടത്തിൽ ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും ഈ 5 മണിക്കൂർ നീണ്ട ഒരു ചർച്ച, 5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചർച്ച ഇന്നലെ, ഈ സമരം ഇന്ന് ഡൽഹിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. പക്ഷേ ഇലക്ട്രിസിറ്റി ബില്ല് പിൻവലിക്കാനുള്ള ഏതാണ്ട് ധാരണയിലേക്ക് എത്തി, നിയമം പിൻവലിക്കാനുള്ള ഏതാണ്ട് ധാരണയിലേക്ക് എത്തി. മറ്റ് ചില ചെറിയ ആവശ്യങ്ങളിൽ ധാരണയിലേക്ക് എത്തിയെങ്കിൽ കൂടി മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് ധാരണയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല
എന്നതാണ് വിഷയം. അതായത് ഒന്ന്, താങ്ങുവില, വിളകൾക്കുള്ള താങ്ങുവില, ഉൽപാദന ചെലവിന്റെ 50% അധികം ചേർത്ത് താങ്ങുവില നൽകണമെന്ന ആവശ്യം. രണ്ടാമത്തേത്, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യം. മൂന്നാമത്തേത്, ഈ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങണമെന്ന ആവശ്യം. ഈ മൂന്നാവശ്യങ്ങളോട് ഗുണപരമായി പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ചർച്ച പിരിഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് കർഷകർ ഇതാ ആ വഴിയിൽ ഡൽഹിയിലേക്ക് 10 മണി മുതൽ എത്തി തുടങ്ങുമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ തയ്യാറെടുപ്പുകളിലേക്ക് പോകാം. അർദ്ധസൈനിക വിഭാഗമുണ്ട്, ഡൽഹി പോലീസുണ്ട്. ഇങ്ങനെ വലിയ വലിയ സന്നാഹങ്ങളോടെ കർഷകരെ തടയാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണ് ഈ അതിർത്തി പ്രദേശത്ത്. നമുക്ക് കാണാം, നോക്കൂ, വാഹനങ്ങളൊക്കെ പരിശോധനയ്ക്ക് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ കടന്നു പോകുന്നത്. റോഡിൽ വലിയ തോതിലുള്ള കണ്ടെയ്നറുകൾ സ്ഥാപിച്ച ആ കണ്ടെയ്നറിനുള്ളിലേക്ക് മണ്ണ് നിറയ്ക്കുന്നു. അതായത് ഒരു കണക്കിന് ഈ ബന്ദോബസ്ത് മറികടന്ന് കർഷകർ മുന്നോട്ട് പോകരുത് എന്നതാണ് ഇപ്പോൾ പോലീസും ഡൽഹിയിലെ മറ്റ് സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ ഒഴികെയുള്ള മറ്റ് സംവിധാനങ്ങളും ആലോചിക്കുന്ന കാര്യം. നമുക്കിതാ നോക്കൂ, ബാരിക്കേഡുകളുണ്ട്, വലിയ കോൺക്രീറ്റ് മതിലുകളുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ കാണാൻ കഴിയും. അതായത് ഈ റോഡിലൂടെയാണ്, ആ കാണുന്ന വഴിയിലൂടെയാണ് കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുക. ഈ വഴി, തൊട്ടുപുറത്ത് ഈ 2 വഴി. ഈ താഴത്തെ വഴിയിൽ ആദ്യം നമ്മൾ കാണുന്നത് വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ചു, 2 ഭാഗത്തായി വെച്ചു. അതിനിടയിൽ കോൺക്രീറ്റ് നിറച്ചു വെച്ചിരിക്കുന്നു. അത് മറികടന്ന് മുന്നോട്ട് വന്നാൽ തുടർച്ചയായി 7 കോൺക്രീറ്റ് സ്ലാബുകൾ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ മുള്ളുവേലികൾ വെച്ചിട്ടുണ്ട്, ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് നോക്കൂ, അവിടെ വലിയ കണ്ടെയ്നറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടത് മണിപ്പൂരിലാണ്. അവിടെ കുക്കികളുടെയും മെയ്ത്തകളുടെയും മേഖലകളിൽ ഇരുവിഭാഗവും വലിയ സംഘർഷം നടക്കുമ്പോൾ തോക്ക് വെച്ച് കാവലിരുന്ന ആ ആളുകൾ ഇത്തരത്തിൽ വലിയ ബന്ദോബസ്തുകൾ, ഇങ്ങനെ ബാരിക്കേഡൊന്നും ഇല്ല എങ്കിലും വലിയ ബന്ദോബസ്ത് ഒരുക്കിയിരുന്നു. അതായത് ഒരു അതിർത്തി എങ്ങനെയാണോ, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി എങ്ങനെയാണോ അതിന് സമാനമായ നിലയിലേക്ക് നമ്മുടെ രാജ്യ തലസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി വേർതിരിക്കുന്ന തോതിൽ വലിയ ബന്ദോബസ്ത് ഈ അതിർത്തി മേഖലകളിൽ ഒരുക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നേരത്തെ 2 വർഷം മുൻപ് കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന ചർച്ച സജീവമായി ഉണ്ടായാൽ അത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള കർഷകരുടെ വോട്ടിനെ സ്വാധീനിക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ സമരവുമായി ബന്ധപ്പെട്ട ചർച്ച അവസാനിപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ സജീവമായി നടത്തുന്നുണ്ട്. പീയൂഷ് ഗോയലും അർജുൻ മുണ്ട ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് ഇന്നലെ ചർച്ച നടത്തിയത്. പക്ഷേ ആ ചർച്ച വിജയിച്ചില്ല. തുടർ ദിവസങ്ങളിലും ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷേ കർഷകർ പറയുന്നത്, ഒരിക്കൽ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു, കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ തീരുമാനമാണ് എടുക്കുന്നത്, എന്നാൽ കർഷകരെ സഹായിക്കാനുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ സജീവമായ ഇടപെടൽ ഈ സമരം തീർക്കാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് കർഷകർ. എന്തായാലും രാജ്യം വലിയ കർഷക സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. 10 മണി മുതൽ ചണ്ഡീഗഡ്, യുപിയിലെയും ഹരിയാനയിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന കർഷകർ ഉച്ചയോടുകൂടി ഈ അതിർത്തിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസും അർദ്ധസൈനിക വിഭാഗവും കാത്തു നിൽക്കുന്നുണ്ട്, സർവ്വസന്നാഹം ഒരുക്കുന്നുണ്ട്. ഇതിന് മറികടന്ന് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ടാണ് കർഷകർ വരുന്നത്. മാസങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ മാസങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് കർഷകർ പറയുന്നുണ്ട്. ശരി.